പാരസിറ്റമോൾ പോലെ, സിട്രസിൻ എന്ന് പറയുന്നത് പോലെ. കൊറോണ കാലത്ത് മലയാളികൾക്ക് സുപരിചിതമായ ഒരു പേരുണ്ട്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. കോവിഡ് എന്ന മഹാമാരി ലോകത്താദ്യമായി വന്നപ്പോൾ രോഗാണുവിനെ ചെറുക്കാൻ അന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട മരുന്നായിരുന്നു ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ ഈ മരുന്നിന്റെ വക്താക്കളായിരുന്നു. ജനങ്ങളെല്ലാം ഹൈഡ്രോക്സി ക്ലോറോക്വിനായി ഫാർമസികൾ കയറി നിരങ്ങി. ഇതിനു പിന്നാലെ മരുന്നുക്ഷാമവും വന്നു. പിന്നീട് കോവിഡിനെതിരെ മരുന്നുകളൊന്നും ഫലപ്രദമല്ലെന്നും വാക്സിൻ എടുക്കുകയേ വഴിയുള്ളൂ എന്നും മനസ്സിലാക്കി ജനം പതിയെ വാക്സിനിലേക്ക് തിരിഞ്ഞു. ഇത്രയും 4 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ വീണ്ടും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വാർത്തകളിൽ നിറയുകയാണ്. അന്ന് കോവിഡിനുള്ള മരുന്നെന്ന പേരിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിനുമായി ബന്ധപ്പെട്ട് വന്നത് ആശ്വാസ വാർത്തയാണെങ്കിൽ ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭയപ്പെടുത്തുന്നതാണ്. കാരണം കോവിഡ് ബാധിച്ചുള്ള 11% മരണങ്ങൾക്കും കാരണം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആണെന്നാണ് പുതിയ പഠനം. മരുന്നെന്ന് കരുതി കഴിച്ചത് മരണത്തിലേക്ക് വഴിമാറിയെന്നത് വിശ്വസിക്കാനാകാതെ പകച്ചു നിൽക്കുകയാണ് ലോകം. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നത് ആന്റി മലേറിയൽ മരുന്നാണ്. ലോകാരോഗ്യ സംഘടനയും കോവിഡ് ചികിത്സയ്ക്കായി ഹൈഡ്രോക്സി ക്ലോറോക്വിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ ലോകാരോഗ്യ സംഘടന നടത്തിയ പരീക്ഷണത്തിൽ ഈ മരുന്ന് ഉപയോഗിച്ചതുകൊണ്ട് രോഗം ഭേദമാകുന്നതായോ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്നതായോ കണ്ടിരുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ ശാസ്ത്രജ്ഞ സൗമ്യ സ്വാമിനാഥൻ പറയുന്നു. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ സുരക്ഷിതമായ മരുന്നാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മനുഷ്യർക്ക് ഇത് നൽകുമ്പോൾ അതിന്റെ അപകടങ്ങളും പാർശ്വഫലങ്ങളും കൂടി തിരിച്ചറിയണമെന്ന് സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വ്യാപകമായാണ് ഉപയോഗിക്കപ്പെട്ടത്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പല രാജ്യങ്ങളിലും ആരോഗ്യ പ്രവർത്തകരോട് ദിവസവും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇന്ത്യയാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിന്റെ ഏറ്റവും വലിയ വിതരണക്കാർ. ലോകത്തെ 70% ഹൈഡ്രോക്സി ക്ലോറോക്വിനും വിതരണം ചെയ്തിരുന്നത് ഇന്ത്യയാണ്. പ്രതിമാസം 40 ടൺ HCQ എന്ന തോതിലായിരുന്നു ഉൽപാദനം. സാംബിയ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, മെഡഗാസ്കർ, ഉഗാണ്ട, ബുർക്കീന ഫാസോ, കോങ്കോ, ഈജിപ്ത്, അർമീനിയ, ഖസാക്കിസ്ഥാൻ, ഇക്വഡോർ, ജമൈക്ക, സിറിയ, ഉക്രൈൻ, സിംബാബ്വെ, ഫ്രാൻസ്, ജോർദാൻ, കെനിയ, നെതർലൻഡ്സ്, നൈജീരിയ, ഒമാൻ, പെറു എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ HCQ കയറ്റി അയച്ചിരുന്നു. ഇന്ത്യയിൽ ജനങ്ങൾ അനിയന്ത്രിതമായി മരുന്ന് വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങിയതോടെ ഹൈഡ്രോക്സി ക്ലോറോക്വിനെ H1 ഷെഡ്യൂൾ മരുന്നുകളുടെ ഇനത്തിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഡോക്ടേഴ്സിന്റെ കുറിപ്പടിയില്ലാതെ മരുന്ന് ലഭിക്കാതായി. മലേറിയയുടെ ചികിത്സയ്ക്കാണ് HCQ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇൻഫ്ലമേഷനും വേദനയും കുറയ്ക്കാൻ മരുന്ന് സഹായകമാണ്.